ഫെബ്രുവരിയിലെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ മൊജ്തബ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നതായി റിപ്പോർട്ട്. അദ്ദേഹം ഉടൻ തന്നെ മരണപ്പെട്ടേക്കാമെന്ന തരത്തിലുള്ള ആശങ്കകൾ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. പ്രമുഖ മാധ്യമമായ ഇറാൻ വയർ ആണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള രണ്ട് പ്രമുഖ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 28 നടന്ന US-ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് മൊജ്തബയുടെ പിതാവും മുൻ പരമോന്നത നേതാവുമായ അയത്തുള്ള അലി ഖമേനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് ശേഷം ഇറാന്റെ മന്ത്രിസഭ അംഗങ്ങളെയോ മറ്റ് മുതിർന്ന നേതാക്കളെയോ നേരിട്ട് കാണാൻ മൊജ്തബ തയ്യാറായിട്ടില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് രാജ്യത്തെ ഉയർന്ന ഭരണതലങ്ങളിൽ വൻ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പരക്കാൻ തുടങ്ങിയത്. മൊജ്തബയുടെ ശാരീരികാവസ്ഥ നിലവിൽ വളരെ മോശമാണെന്നും അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച ഔദ്യോഗിക വാർത്ത ഏതൊരു നിമിഷവും പുറത്തുവന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് പെസഷ്കിയാൻ ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടം ഇതുവരെ സ്ഥിരീകരിക്കാനോ തള്ളിക്കളയാനോ തയ്യാറായിട്ടില്ല. ഇതിനിടെ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേലി മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ആഭ്യന്തര സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് ഇസ്രയേലി മാധ്യമങ്ങളും ഈ വാർത്ത നൽകുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സ്വതന്ത്രവും വ്യക്തവുമായ തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പരമോന്നത നേതാവായി സ്ഥാനമേറ്റെടുത്ത ശേഷം പൊതുവേദികളിൽ നിന്നുള്ള മൊജ്തബയുടെ അസാധാരണമായ അപ്രത്യക്ഷമാകലാണ് ഇത്തരമൊരു സംശയത്തിന് ആക്കം കൂട്ടിയത്. സ്ഥാനമേറ്റത്തിന് ശേഷം ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ തത്സമയ പ്രസംഗങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ചില അച്ചടിച്ച പ്രസ്താവനകൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളുടെ പുറത്തുവിടുക മാത്രമാണ് ചെയ്യുന്നത്. ഫെബ്രുവരിയിലുണ്ടായ വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന റിപ്പോർട്ടുകൾ മുൻപും പുറത്തു വന്നിരുന്നു. ഇതിനുശേഷമാണ് ഭരണ നടത്തിപ്പിലുള്ള അദ്ദേഹത്തിന്റെ ശേഷിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉയർന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ നിസ്സാര പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂവെന്നും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അദ്ദേഹം ഇപ്പോഴും സജീവമായി ഇടപെടുന്നുണ്ട് എന്നുമാണ് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ മുൻപ് നൽകിയ വിശദീകരണം. അതേസമയം പരമോന്നത നേതാവുമായുള്ള ആശയവിനിമയം നിലവിൽ ഏറെ പ്രയാസകരമാണ് എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ ഈ ആഴ്ച ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ബലമേകുന്നതായിരുന്നു. ഇതിനിടയിൽ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ട് വലിയ ആകാംക്ഷയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. ടെഹ്റാനിലെ അതീവ രഹസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് പ്രസിഡന്റ് പെസഷ്കിയാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയാണെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. പൂർണ്ണമായും ഇരുട്ടിലായിരുന്ന ഒരു വാഹനത്തിനുള്ളിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ആ വ്യക്തിയുടെ മുഖം കാണാൻ പെസഷ്കിയാന് സാധിച്ചിരുന്നില്ല. താൻ കേട്ട ശബ്ദം യഥാർത്ഥത്തിൽ മൊജ്തബ ഖമേനിയുടെ തന്നെയാണോ എന്ന കാര്യത്തിൽ പിന്നീട് പ്രസിഡന്റ് തന്നെ സംശയം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ഭരണകൂടത്തിനുള്ളിലെ നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്നു. US-ഇസ്രയേൽ സഖ്യവുമായുള്ള കടുത്ത സൈനിക സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ചർച്ചകൾ നിലനിൽക്കുന്ന നിർണായക ഘട്ടത്തിലാണ് ഇറാൻ ഇപ്പോൾ. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം ഇത്രയും അധികം സമ്മർദ്ദം നേരിടുമ്പോഴും പരമോന്നത നേതാവിനെ കാണാനോ നേരിട്ട് സംസാരിക്കാനോ പ്രസിഡന്റിനോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്നും ദി വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിരുന്നു.